കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പിന്നെയും ദൈവിക പാതപിടത്തോട് അടുത്ത് വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. നമ്മുടെ വചനദീപ്തിയുടെ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരുവാനും ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ഒക്കെ കർത്താവ് സഹായിച്ചു. പിന്നെയും ഈ പകൽ വേളയെങ്കിൽ നമ്മോടൊത്ത് തന്റെ അനുഭവ സാക്ഷ്യം പങ്കുവെക്കുവാനായിട്ട് കർത്താവിന്റെ ദാസൻ ബിജു കോവൂർ കടന്നു വന്നിട്ടുണ്ട്. കർത്താവിന്റെ ദാസനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. വളരെ നാളുകളായി ഞങ്ങൾ വളരെ സഹോദരങ്ങളെ പോലെ ജീവിക്കുന്നവരാണ്. കർത്താവിന്റെ ദാസൻ തന്റെ ജീവിത അനുഭവങ്ങൾ നമ്മോട് പങ്കുവെക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങളൊക്കെ കേട്ടിരിക്കും, മേരി കോവൂർ കർത്താവിന്റെ ദാസിയുടെ ഭവനത്തിൽ നിന്നും ഒരു ദൈവവൈതലിനെ കൂടി കർത്താവ് കൊണ്ടുവന്നു നമ്മുടെ നടുവിലേക്ക്. ഇന്ന് ഈ സാക്ഷ്യം കേൾക്കേണ്ടതിന് കർത്താവ് അവസരം നമുക്ക് ഒരുക്കി തന്നു. നമ്മുടെ നടുവിലേക്ക് കടന്നു വരുവാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ നടുവിലേക്ക് കർത്താവിന്റെ ദാസൻ കടന്നു വരുവാൻ തന്റെ സമയത്തിന്റെ പരിമിതിയിലും കടന്നു വരുവാൻ കാണിച്ച സന്മനസ്സിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി തന്റെ ജീവിതത്തിൽ അനേകായിരം സാക്ഷ്യങ്ങളുണ്ട്. കർത്താവിന് വേണ്ടി അധികമായി പ്രയോജനപ്പെടുവാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കർത്തൃവൃത്തിനാണ്. കർത്താവിന്റെ നാമത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. തന്നെ പരിചയപ്പെടുത്തും. അതിനു മുൻപായിട്ട് ഒരു വാക്കിൽ കർത്തദാസിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീത നിമിഷം കർത്തദാസിനെ ഞങ്ങൾ നടുവിൽ കൊണ്ടുവന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, ബിജു ബ്രദറിനെ ശക്തമായി തന്റെ സാക്ഷ്യം പങ്കിടേണ്ടതിനായിട്ട് ഉപയോഗിക്കണമേ. അനേകായിരങ്ങൾക്ക് ആശ്വാസവും തണലുമായി തീരുവാൻ ഈ സാക്ഷ്യം ഉതകേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അനേക യൗവനക്കാർക്ക് കർത്താവെ സുവിശേഷ ഘോഷണത്തിന് ഒരു ഉത്തേജനമായി മാറുവാൻ കർത്തദാസിന്റെ സാക്ഷ്യത്തെ ആമേൻ അവിടുന്ന് ഇടയാക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്തസന്നിധിയിലേക്ക് സമർപ്പിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ നടുവിലേക്ക് വചനദീപ്തിയുടെ സാക്ഷി കൂടാരത്തിലേക്ക് കടന്നു വന്ന കർത്തദാസൻ ബിജു കോവൂറിനെ ഞങ്ങൾ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി ഞങ്ങളുടെ നടുവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ ജോയിൻ ചെയ്തിരിക്കുന്ന എവിടെ നിന്നാണെന്നൊന്ന് പറഞ്ഞ് തന്റെ ഭവനത്തിൽ ആരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുത്തതിന് ശേഷം കർത്തദാസൻ തന്റെ സാക്ഷ്യങ്ങൾ തുടരാമല്ലോ. കർത്താവ് അതിനായി സഹായിക്കട്ടെ. എന്റെ പേര് ബിജു കോവൂർ. അത് ഞങ്ങള് ഇവിടെ തിരുവല്ലയിലാണ് താമസിക്കുന്നത്, വാരിക്കാട്. ഞങ്ങള് എന്റെ വീട്ടിൽ എന്റെ വൈഫുണ്ട്, ലിസിയായി. എന്റെ മകൻ അവന് മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. അവന് ബിസിനസ് ചെയ്യുന്നു. ഇവിടെ എൻ്റെ കൂടെ തന്നെയുണ്ട്. അതുപോലെ എൻ്റെ മകളുണ്ട്, അവള് പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം ഞങ്ങൾ തിരുവല്ല, വാരിക്കാട്, കുറ്റപ്പുഴ ആ ഭാഗത്താണ് താമസിക്കുന്നത്. ഞാൻ ജനിച്ചു വളർന്നത് തിരുവനന്തപുരം സിറ്റിയിലാണ്. എനിക്ക് എൻ്റെ മദർ അവിടെ ടീച്ചറായിട്ട്, സെനാന മിഷൻ സ്കൂൾ എന്ന് പറഞ്ഞ ഗേൾസ് സ്കൂള്, അവിടെ ടീച്ചറായിരുന്നു എൻ്റെ മദർ. എൻ്റെ ഫാദർ ആർമിയിൽ ഒരു ഓഫീസറായിരുന്നു. മിക്കവാറും പക്ഷേ പപ്പ ഞങ്ങളുടെ ഈ വീട്ടിൽ തന്നെ, തിരുവല്ലയിൽ തന്നെ കാണുമായിരുന്നു. ഇടയ്ക്ക് വരും. ഞങ്ങളവിടെ താമസിക്കുകയായിരുന്നു, അമ്മയ്ക്ക് ജോലിയുള്ളതുകൊണ്ട്. അവിടെയാണ് ഞാൻ കോളേജിൽ ഒരു വർഷമൊക്കെ ഞാൻ അവിടെ പഠിച്ചിട്ടാണ്. അമ്മ 86 റിട്ടയർ ആയപ്പോഴാണ് ഞങ്ങള് തിരുവല്ലയ്ക്ക് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഇടയായത്. ഞാൻ ചെറുപ്പം മുതൽ എൻ്റെ ഫാദർ ഒരുപാട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു. ഞങ്ങളെ ഒരുപാട് അടിക്കുകയൊക്കെ, സാധാരണ ആളുകൾ അടിക്കുന്നവരല്ല, ബെൽറ്റിന്റെ മെറ്റൽ ഭാഗമൊക്കെ വെച്ച് അടിക്കുമായിരുന്നു. എന്ത് ചെറിയ തെറ്റിന് പോലും ശിക്ഷിക്കുകയൊക്കെ ചെയ്യുന്നൊരു രീതിയായിരുന്നു. അതുകൊണ്ട് വളരെ പേടിച്ചും ഒക്കെയാണ് ഞങ്ങളുടെ ചെറുപ്പകാലത്ത് കഴിഞ്ഞത്. പപ്പയെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ പേടിച്ച് വിറയ്ക്കും. അങ്ങനെ ഞങ്ങൾ ചെറുപ്പകാലമൊക്കെ അങ്ങനെ കഴിഞ്ഞു. പക്ഷെ എന്നാൽ എൻ്റെ മദർ വളരെ ഭക്തിയുള്ളൊരു വ്യക്തിയായിരുന്നു. ഒരു കൺവെൻഷൻ, തിരുവനന്തപുരത്തുള്ള ഒരു കൺവെൻഷൻ പോലും എൻ്റെ അമ്മ വിടത്തില്ല. എല്ലാത്തിൻ്റെയും വോളണ്ടിയർ ആവും. എല്ലാ വർഷവും CEF, ചൈൽഡ് എവാഞ്ചലിസം ഫെലോഷിപ്പിന്റെ VBS എൻ്റെ മദർ വോളണ്ടിയറായിട്ട് വർക്ക് ചെയ്യും, ടീച്ചറായിട്ട് വർക്ക് ചെയ്യും. അപ്പോഴെല്ലാം ഞങ്ങളെ അമ്മ മീറ്റിങ്ങിന് VBS കൊണ്ടുപോകും. അപ്പോൾ ഓരോ പ്രാവശ്യവും വെക്കേഷൻ ബൈബിൾ സ്കൂളിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവസാനം അവർ പറയും, യേശുക്രിസ്തുവിനെ തങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ
എഴുന്നേറ്റ് നിൽക്കാൻ പറയുമ്പോൾ ഞാൻ എല്ലാ വർഷവും എഴുന്നേറ്റ് നിൽക്കും, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കും. എന്നാൽ ഹൈസ്കൂളിലൊക്കെ ഞാൻ ആയപ്പോഴത്തേക്ക് എൻ്റെ സ്വഭാവത്തിനൊക്കെ ഒരുപാട് വ്യത്യാസം വരുവാൻ തുടങ്ങി. ഞാൻ ഒരു 8ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാനൊരു സ്വല്പം മോശമായ അവസ്ഥകളിലേക്ക് പോയി. 8ാം ക്ലാസ്സിൽ തന്നെ ഞാൻ പുകവലിച്ചു തുടങ്ങി. അതിനിടയ്ക്ക് 9ാം ക്ലാസ്സിൽ വന്നപ്പം പിന്നെയും ഞാൻ വീണ്ടും കർത്താവിന് എൻ്റെ ഹൃദയം കൊടുക്കുവാനായിട്ട് ഇടയായി. 9ാം ക്ലാസ് വെച്ച് ഞാൻ എൻ്റെ ഹൃദയം യേശുവിനെ കൊടുത്തു. അത് നല്ല ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് കടക്കാനിടയായി. എനിക്ക് എപ്പോഴും ശക്തമായ അന്ന് അനുഭവിച്ച ദൈവ സാന്നിധ്യം ഇപ്പോഴും അപൂർവമായി മാത്രമേ എനിക്ക് അനുഭവിക്കാനായിട്ട് കഴിയുന്നുള്ളൂ. നടക്കുമ്പോഴേ ഇരിക്കുമ്പോഴും ഒക്കെ കർത്താവിന്റെ വലിയ സാന്നിധ്യം എന്നെ താങ്ങി. എന്നാൽ അന്ന് ഞാൻ മത്തായിയുടെ സുവിശേഷവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുസ്തകമൊക്കെ ഞാൻ എഴുതുവാനായിട്ട് ഇടയായി. കർത്താവിന് സ്തോത്രം. അതൊക്കെ ഇപ്പോ എൻ്റെ കയ്യിലില്ല. അത് എവിടെ പോയെന്ന് എനിക്കും അറിയില്ല. ആ പുസ്തകം ഒക്കെ എഴുതി അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പം സ്കൂളിലായതുകൊണ്ട് ചില വ്യക്തികളുമായിട്ട് അടിപിടി ഉണ്ടാകാനിടയായി. അങ്ങനെ ഞാൻ ചെറിയ തോതിൽ കർത്താവിനെ അങ്ങോട്ട് മാറ്റി നിർത്തി ഗുണ്ടായുസത്തിലേക്ക് ഞാൻ തിരിയാനായിട്ടിടയായി. അന്ന് മുതൽ പിന്നെ എൻ്റെ ജീവിതം ഒരു വല്ലാത്ത ജീവിതമായി മാറി. കാരണം പിന്നെ എനിക്ക് അടിപിടി അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ പതുക്കെ ഞാൻ അങ്ങ് നീങ്ങി. ഈ ലോകത്തിൽ യേശുവിനെ അന്വേഷിച്ച് ജീവിച്ച് നല്ലതായിട്ട് ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ കർത്താവിനെ അങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി നിർത്തി. ഒരു കുഞ്ഞായിരിക്കുന്നതിന്റെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഞാൻ നോക്കിയപ്പം യേശു പറയുന്ന പോലെ ജീവിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ചുറ്റുപാട് ശത്രുക്കളും ഒക്കെ ഉള്ളപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പം ഞോണ്ടലും തൊടിയിലും വഴക്കും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാലത്ത് യേശുവിനെ സ്നേഹിക്കാൻ കഴിയാത്തത് കൊണ്ട് പതുക്കെ ഞാൻ അവിടുന്ന് മാറി. അത് മാത്രമല്ല, അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളെന്ന് പറയുന്നത്, അന്ന് ഞങ്ങള് ശരിക്കും മർത്തമ ചർച്ചിലായിരുന്നു. ഞാൻ ജനിച്ചു വളർന്ന മർത്തമ ചർച്ചിലാണ്. ഇപ്പൊ ഞാൻ ഇരിക്കുന്ന പുറകിൽ നിങ്ങൾ കാണുന്ന വാതിൽ തുറന്നാൽ അവിടെ ഒരു വലിയ ചർച്ച് കാണും, ബാരിക്കാട് സഹിയൻ മർത്തമ ചർച്ച്. അപ്പൊ എന്റെ തൊട്ടപ്പുറത്തെ പറമ്പാണ്, നേരെ കാണുന്നത് ചർച്ചാണ്. ആ ചർച്ചില് ആണ് ഞങ്ങളുടെ മെമ്പർഷിപ്പ് ഉള്ളത്. എൻ്റെ വല്യമ്മച്ചിമാരെയും വല്യപ്പച്ചനെയൊക്കെ അടക്കിയിരിക്കുന്ന അവിടെയാണ്. ഇപ്പോഴും ഞങ്ങളുടെ ശവക്കല്ലറ അവിടെ കിടപ്പുണ്ട്. എൻ്റെ അമ്മയും എൻ്റെ പിതാവിനെയൊക്കെ അവിടെ അടക്കിയത്. ഞാൻ അങ്ങനെ 9ാം ക്ലാസ് കഴിഞ്ഞു. 10ാം ക്ലാസ് പിന്നെ കോളേജിലേക്ക് കയറിയപ്പോഴത്തേക്ക് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് SFIയിലേക്ക് കയറി. SFIയിലേക്ക് കയറിയപ്പോഴത്തേക്ക് വളരെ ഒരു ഗുണ്ടായുസത്തിന്റെ ലെവലിലേക്ക് പോയി. ഞങ്ങൾക്ക് ചെന്ന് കയറിയത് MG കോളേജ് NSSലാണ്. അവിടെ ആണെങ്കിൽ എല്ലാവരും കത്തിയും കൊണ്ട് നടക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുകയൊക്കെ ചെയ്യുന്ന ഒരു വല്ലാത്തൊരു അന്തരീക്ഷം. അങ്ങോട്ട് പോകാൻ പറ്റാത്തൊരു അവസ്ഥയായി. അങ്ങനെ ഞാൻ എൻ്റെ പഠിത്തമൊക്കെ മിക്കവാറും ഒക്കെ തദൈവയായി. എൻ്റെ അമ്മ 86 റിട്ടയർ ആയപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഞാൻ ശരിയായ രീതിയിലല്ല പോകുന്നത്. എന്നെ പിന്നെയും ഇവിടെ തിരുവല്ലയിൽ കൊണ്ടുവന്നു. എന്നെ മാർത്തമ കോളേജ് ചേർത്തു. അവിടെയും ഞാൻ SFIയുടെ ലീഡറായി. പിന്നെയും ഞാൻ പുറത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. കോളേജിൽ സമരം, ബഹളം, ക്ലാസ്സിൽ കയറത്തില്ല, എപ്പോഴും സ്ക്രൂ ഡ്രൈവറൊക്കെ മൂർച്ചയാക്കി എപ്പോഴും വെച്ചേക്കും, ആരെങ്കിലും ഒന്ന് കുത്തണമെങ്കിൽ കുത്താം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ചില ആളുകൾ പ്രശ്നം ഉണ്ടാക്കാൻ വരികയാണെങ്കിൽ ഞാൻ 2 പ്രാവശ്യമെങ്കിലും അത് ഊരിയിട്ടുണ്ട് കുത്താനായിട്ട്. അപ്പൊ അങ്ങനെ ഒരു വല്ലാത്തൊരു ജീവിതത്തിലേക്ക് പോയി. ആ സമയത്തൊക്കെ ഞാൻ പിന്നെ ചെറിയ തോതിൽ കള്ളു കുടിക്കാനൊക്കെ തുടങ്ങി. വീട്ടിലൊക്കെ രാത്രി ഇറങ്ങി പോകാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ഇഷ്ടം പോലെ ഞാൻ ജീവിച്ചു. രാത്രി ഒരു 9 മണി അമ്മ ഉറങ്ങി കഴിയുമ്പോൾ ഞാൻ പതുക്കെ വീട് തുറന്ന് വാതിൽ പൂട്ടി ഞാൻ സ്ഥലം വിടും. പിന്നെ രാവിലെ 5 മണിയാകുമ്പോഴേ വരുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ശീലങ്ങളൊക്കെ ആയി. മിക്കവാറും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ DYFI കയറി. അപ്പം പിന്നെ രാത്രിയിലും മീറ്റിംഗ് കാര്യങ്ങള്, തോരണം ഒട്ടിക്കല്, പോസ്റ്റർ ഒട്ടിക്കൽ, ഇങ്ങനെ ഇതുമായിട്ട് അങ്ങനെ നടന്നു. ചുരുക്കം പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ടായി. എന്നാൽ ആ സമയത്തൊന്നും ഞാൻ രക്ഷയുടെ അനുഭവത്തിൽ തിരിച്ചു വരുവാനായിട്ട് ഇടയായില്ല. എന്താണേലും എൻ്റെ അവസ്ഥയെ കണ്ട് ദൈവത്തിന് എന്നോട് കരുണ തോന്നി. ദൈവം എന്നെ മുന്നമേ കണ്ടിട്ടുള്ളതുകൊണ്ട് എൻ്റെ ഇവിടുത്തെ ജീവിത രീതി എല്ലാം കണ്ടപ്പോൾ എന്താ അറിയില്ല, ആരെങ്കിലും പറഞ്ഞു കൊടുത്താണോ, എൻ്റെ അമ്മയ്ക്ക് എന്നെ ഇവിടെ നിർത്താൻ ഭയമായി.
ഞാനിവിടുത്തെ ഡിവൈഎഫ്ഐയുടെ പ്രസിഡന്റും ലോക്കൽ പ്രസിഡന്റ് ഞങ്ങളുടെ യൂണിറ്റ് പ്രസിഡന്റും തിരുവല്ല വാരിക്കാട് യൂണിറ്റ് പ്രസിഡന്റും കുറ്റപ്പുഴ മേഖലാ വൈസ് പ്രസിഡന്റുമായിട്ട് വന്നു. അപ്പം സജീവ രാഷ്ട്രീയത്തിനകത്തായി. ആരൊക്കെ എന്തൊക്കെ എന്നെ അവയെ പറഞ്ഞ് ഭയപ്പെടുത്തി, എന്നെ ആരെങ്കിലും കൊല്ലുമെന്നൊക്കെ ഭയപ്പെട്ടിട്ടായിരിക്കാം. എൻ്റെ അമ്മ എന്നെ ബലമായിട്ട് അമ്മയുടെ അനിയത്തിയെ വിളിച്ച്, അമ്മയുടെ അനിയത്തി ISROയിൽ ജോലി ചെയ്യായിരുന്നു അന്ന്, എന്നെ ബലമായിട്ട് എന്നെ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് തിരുവനന്തപുരത്തേക്ക് എന്നെ കൊണ്ടുപോകാനായിട്ട് ഇടയായി. അപ്പം തിരുവനന്തപുരത്ത് നീ പോകാൻ ഇഷ്ടമില്ലായിരുന്നു, പക്ഷെ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ വെച്ച് ഇന്ത്യൻ നേവിയുടെ റിക്രൂട്ട്മെന്റ് ഉണ്ടായിരുന്നു. ആ റിക്രൂട്ട്മെന്റിൽ ഏകദേശം ഒരു വർഷം നേവിയിൽ ഒരുപാട് കുറച്ച് പേരെ എടുക്കുള്ളൂ. മൊത്തം ഓൾ ഇന്ത്യ ലെവലിൽ 600 800 അതിന് മുകളിലൊന്നും നേവിയിൽ ഒരു പ്രാവശ്യം റിക്രൂട്ട്മെന്റ് എടുക്കത്തില്ല. അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് 20 പേരെ എടുത്തു. ആ 20 പേരിനകത്ത് ഞാനും കയറി പോകുവാനായിട്ട് ദൈവം ഇടയാക്കി. ആ ദൈവത്തിന്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. അങ്ങനെ 19-ാം വയസ്സിൽ ഞാനൊരു പട്ടാളക്കാരനായി മാറി. പട്ടാളത്തിൽ ചെന്നിട്ടും സാധാരണ ആളുകള് പട്ടാളത്തിൽ ചെന്നാൽ നന്നാവും, പക്ഷെ ഞാൻ പിന്നെയും മൂശട്ടയും വഴക്കാളിയൊക്കെ ആയി മാറി. എല്ലാവരോടും വഴക്കുണ്ടാക്കുന്ന ഒരു സ്വഭാവമായിട്ട് മാറി. ആരും എന്നോട് സംസാരിക്കാൻ ഭയപ്പെട്ടു. എന്താ ഞാൻ പ്രതികരിക്കുന്നതെന്ന് ആർക്കും അറിയാത്തതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ എന്നോട് ആളുകൾ സംസാരിക്കുകയുള്ളൂ. അപ്പം ഞാൻ ആ വിഷയത്തിൽ നേവിയിലും ഡിസിപ്ലിനിലും ഞാൻ വളരെ പുറകിലായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാനൊരു 89 തൊണ്ണൂറ് മുതൽ 93 വരെ ഞാൻ മുംബൈയിൽ ആയിരുന്നു. എന്നാൽ 92-ൽ എൻ്റെ മാതാവിന് ഹാർട്ട് അറ്റാക്ക് വന്നു. ഞാൻ കമ്പാഷനറ്റ് ഗ്രൗണ്ട്സ് ട്രാൻസ്ഫർ ഇട്ടതുകൊണ്ട് എന്നെ കൊച്ചിയിലേക്ക് ട്രാൻസ്ഫർ ആയി. ഞാൻ കൊച്ചിയിൽ 93 മെയ്യിൽ ഞാൻ കൊച്ചി സിഗ്നൽ സ്കൂൾ എന്ന് പറയും, കമ്മ്യൂണിക്കേഷനൊക്കെ പഠിപ്പിക്കുന്ന സ്കൂളിൽ ഒരു സ്റ്റാഫായിട്ട് ഞാൻ വരുവാനായിട്ടിടയായി. ഞാൻ അവിടെ വന്നു. അവിടെ ആ സമയത്തും ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടൊന്നുമില്ല. അങ്ങനെ ഇവിടെ വന്ന സമയത്ത് 94-ൽ എൻ്റെ പിതാവ് മരിക്കുവാനായിട്ടിടയായി. 94 ഏപ്രിൽ എൻ്റെ പിതാവ് രോഗബാധിതനായി മരിക്കുവാനിടയായി. അദ്ദേഹം 48-ാം വയസ്സിൽ തളർന്നു പോയ ഒരു വ്യക്തിയാണ്. 62-ാം വയസ്സിൽ എൻ്റെ പിതാവ് മരിച്ചു. അതിനുശേഷം എൻ്റെ മാതാവും രോഗിയാണ്. തനിക്ക് അധികം നാളുകളൊന്നും ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ട് എനിക്ക് വേണ്ടി വിവാഹമൊക്കെ ആലോചിക്കാൻ തുടങ്ങി. അങ്ങനെ അന്ന് മർദ്ദമേ നിൽക്കുന്ന കാലമാണ്. അന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പല പ്രതിസന്ധികളും നല്ല കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. ഒടുവിൽ എനിക്ക് തോന്നുന്നു 2004 പിതാവ് മരിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊരു പെൺകുട്ടിയെ കാണുവാൻ വേണ്ടി ഞാൻ ഹരിപ്പാട് ഭാഗത്തേക്ക് പോവുകയുണ്ടായി. ഹരിപ്പാട് ഭാഗത്തേക്ക് പോകുമ്പോൾ എൻ്റെ കൂടെ എപ്പോഴും വരുന്നത് പിതാവില്ലാത്തതുകൊണ്ട് എൻ്റെ പിതാവിന്റെ സഹോദരനാണ്. അദ്ദേഹമാണ് പെന്തിക്കോസ്തുകാരനാണ്. എങ്ങനെ എന്നെ പെന്തിക്കോസ്തിലാക്കാമെന്നുള്ളതിൽ ഉപ്പാപ്പൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടൊക്കെ നടക്കുക. അങ്ങനെ പോയപ്പോൾ ഞാൻ പറഞ്ഞു, ഉപ്പാപ്പ, നമ്മൾ ഈ പോകുന്നത് ഉച്ച സമയമാണ്. അവിടെ ചെന്ന് അവർ ഊണ് തന്നു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല. അവിടെ പിന്നെ നമുക്ക് നോ പറയാനും പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഉച്ചയ്ക്ക് അവിടെ ചെന്ന് കയറണ്ട. ഞങ്ങൾ തിരിച്ച് ആ സമയമായി. അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ, കൂത്തറളപ്പടി ആ ഭാഗത്ത് വന്നപ്പോ ഒരു പ്രവാചികയുടെ വീട് അതിനടുത്തുണ്ട്. എന്നാൽ നമുക്ക് അവിടെ പോയി, അവിടെ ഒരു ആലയമുണ്ട്, അവിടെ പോയിരിക്കാന്ന് പറഞ്ഞു. എനിക്ക് ഈ ആലയമാണോ എന്താണെന്നൊന്നും എനിക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എന്താ പ്രവചനം ഇതൊന്നും എനിക്കറിയത്തില്ല. കാരണം ഞാൻ ദൈവമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ ജീവിക്കുന്ന ഒരു സമയമാണ്. ഉടനെ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി കയറ്റുകയാണ്. അപ്പൊ ഞാൻ ആ നടന്ന് ചെന്നുമ്പം പുള്ളിക്കാരി അവിടെ തല കുനിഞ്ഞിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ തല കുനിച്ച് ഷേർലി സിസ്റ്റർ എന്ന പ്രിയ മാമയുടെ പേര്. പുള്ളിക്കാരി തല കുനിച്ചിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നേരെ വാതിലിന്റെ മുന്നിൽ വന്നു. അപ്പം വാതിലിന്റെ മുന്നിൽ വന്നതും പുള്ളിക്കാരുടെ വായിൽ നിന്ന് വീഴുന്നത്, നീ എൻ്റെ വാക്ക് കേട്ട് അനുസരിച്ച് ഞാൻ പറയുന്നത് വന്നില്ലെങ്കിൽ എൻ്റെ വാള് കൊണ്ട് ഞാൻ നിന്നെ വെട്ടുവന്നു. അപ്പൊ ഇതെന്തോ സംഭവം എനിക്ക് പിടികിട്ടിയില്ല. എനിക്കെന്തോ എന്നോട് പറയുന്നതായിട്ട് എനിക്ക് ഉള്ളിൽ ഭയങ്കര ബോധ്യമുണ്ടായി. 1, 2 എൻ്റെ ഹൃദയത്തിനകത്തോട് ഒരു വാള് കയറി പോകുന്ന ഒരു അനുഭവം ഉണ്ടായി. അതെന്തോ സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല. കാരണം
ഇതിനു മുമ്പുണ്ടായ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല. എൻ്റെ പിതാവ് ഈ ഞാൻ വന്ന് 94 ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവ് മരണാസന്നായി. കിഡ്നി എല്ലാം പോയി. ഡോക്ടർ പറഞ്ഞു ഇനി കുറച്ച് ദിവസത്തിനകം മരിക്കും. കിഡ്നി രണ്ടും പോയി, ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാനന്ന് പുഷ്പഗിരിയിൽ ഡോക്ടർ ബെഞ്ചമിന്റെ കീഴിലാണ് പപ്പയെ നോക്കുന്നത്. അപ്പോൾ അവിടെ ഇരിക്കുമ്പം കൊട്ടാരത്തിലെ കുടുംബത്തിലെ ഒരു അപ്പച്ചനുണ്ട്, സുവിശേഷം പറയുന്ന ഒരു അപ്പച്ചൻ, മർത്തമ്മക്കാരനാണ് അദ്ദേഹം. അദ്ദേഹവും വേറൊരു അപ്പച്ചനും കൂടെ അവിടെ വന്നു എന്നോട് യേശുവിനെ കുറിച്ച് പറഞ്ഞു. അവർ യേശുവിനെ കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ കരയാൻ തുടങ്ങി. എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. എന്താ സംഭവിക്കുന്ന എനിക്ക് പിടിയില്ല. ഒരു ശക്തമായ ദൈവ സാന്നിധ്യം എനിക്കുണ്ടായി. അന്ന് രാത്രി ഞാൻ എൻ്റെ വീട്ടിൽ ഒറ്റയ്ക്ക് തിരിച്ചു വന്നു. പാപ്പയുടെ ആരാ നിൽക്കുന്നു ഓർക്കുന്നില്ല, എൻ്റെ അനിയനായിരിക്കാം. ഞാൻ മുട്ടുമേ നിന്ന് കരഞ്ഞു, കർത്താവേ, അങ്ങ് ശരിക്കും ജീവനുള്ള ദൈവമാണെങ്കിൽ എൻ്റെ പിതാവ് സൗഖ്യമാകണം. അപ്പൊ തന്നെ എൻ്റെ ഉള്ളിൽ എൻ്റെ കരച്ചിൽ കണ്ട് മനസ്സലിഞ്ഞ കർത്താവ് എൻ്റെ ഉള്ളിൽ ബലം തന്നു, എന്നെ ധൈര്യപ്പെടുത്തി. എന്നോട് പറഞ്ഞു എൻ്റെ പിതാവ് മരിക്കത്തില്ല. ഞാൻ അടുത്ത ദിവസം ചെന്ന് കുറച്ച് അമ്മച്ചിമാരൊക്കെ ഞങ്ങളുടെ ഏരിയയിലുള്ളവർ കാണാൻ വന്നപ്പോൾ എൻ്റെ സഹോദരനുണ്ട്. ഞാൻ പറഞ്ഞു പപ്പ മരിക്കത്തില്ല, പപ്പ എഴുന്നേറ്റ് നടക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അമ്മച്ചി ചോദിച്ചു എന്താ മോൻ എന്താ ദൈവമാണോ എന്ന്. എൻ്റെ സഹോദരനും വിചാരിച്ചു ഞാനൊരു പാഴ്വാക്ക് പറയുകയാണെന്ന്. അപ്പൊ സഹോദരൻ കഠിനമായ ഒരു നിരീശ്വരവാദിയാണ്. ഞാൻ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തു. എറണാകുളത്ത് ഞാൻ അവിടെ ആയതുകൊണ്ട് ഞാൻ എറണാകുളത്ത് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുത്തെ കിഡ്നി ഡോക്ടറെ കാണിച്ചു. ചുരുക്കം പറഞ്ഞാൽ 1 മാസം കൊണ്ട് പപ്പ നോർമലായി അവിടുന്ന് തിരിച്ച് നടന്നു വന്നു. പക്ഷെ എന്നാൽ ഇതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി. ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല ആ പുസ്തകം കൊണ്ടുവന്ന് എൻ്റെ അനിയൻ എനിക്ക് തന്നു. അത് വായിച്ചിട്ട് എനിക്ക് ആദ്യം ഭയങ്കര ദുഃഖം തോന്നി. യേശു ഇല്ലല്ലോ എന്നൊക്കെ ഓർത്തപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഞാനത് അത് സത്യമാണെന്ന് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് അംഗീകരിച്ചു. യേശു ഇല്ല. അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ പുറകെ നടക്കുന്നത് വെറുതെയാണല്ലോ, വ്യർത്ഥമാണല്ലോ. അപ്പോ ഒരത്ഭുതം പ്രാർത്ഥനയിൽ നടന്നിട്ട് പോലും അതിനെന്നെ പിന്മാറ്റാൻ കഴിഞ്ഞില്ല. ഞാനൊരു നിരീശ്വരവാദിയായി തീർന്നു. പക്ക നിരീശ്വരവാദിയാണ്. അപ്പോൾ ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞത് ആ പ്രാർത്ഥനയുടെ ആലയത്തിൽ നീ തിരിച്ചു വരണം എന്നുള്ള ദൈവത്തിന്റെ ആ പ്രവചന ദൂത് അത് നടക്കുമ്പോൾ, അത് പറയുമ്പോൾ ഞാൻ ശരിക്കും ഒരു പെർഫെക്റ്റ് നിരീശ്വരവാദിയാണ്. അതായത് യേശു ഉണ്ട് എന്ന് ഞാൻ 100% വിശ്വസിക്കുന്നില്ല. അതാണ് അതിന്റെ സത്യം. അതുകൊണ്ട് തന്നെ ഞാൻ ഞെട്ടിപ്പോയെങ്കിലും ഞാനത് പുറത്ത് കാണിച്ചില്ല. സമയം കളയാനായിട്ട് ഞാൻ അകത്ത് കയറിയിരുന്നു. പുള്ളിക്കാരി ഉടനെ ഞാൻ അകത്ത് കയറിയിരുന്ന ഉടനെ പെട്ടെന്ന് കണ്ണു തുറന്നിട്ട് എന്നെ ചൂണ്ടി പറഞ്ഞു, മോനെ നിന്നോടാ ഞാൻ സംസാരിച്ചെന്ന് പറഞ്ഞു. അതുകൂടെ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. കാരണം എനിക്ക് തോന്നി എന്നോടാ പറഞ്ഞതെന്ന്. എന്റെ അകത്തൂടെ ഒരു വാള് കയറി പോകുന്ന കാര്യങ്ങൾ എനിക്ക് തോന്നി. അത് കഴിഞ്ഞ് നിന്നോടാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടെ ഞെട്ടിപ്പോയി. പക്ഷെ ഞാൻ വലിയ ചലനമൊന്നും കാണിക്കാതെ അവിടെ ഇരുന്നു. ചുരുക്കം പറഞ്ഞാൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്ന സമാധാനം മുഴുവൻ അങ്ങ് പോയി. അന്ന് മുതൽ എനിക്കൊരു കൂരിട്ട് ഭരിക്കുന്ന പോലെ ഒരു അനുഭവമായി. എന്തോ ഒരു സ്ട്രോങ് ഡിപ്രഷനോ എന്തൊക്കെയായി. ചുരുക്കം പറഞ്ഞാൽ ഞങ്ങൾ അന്ന് കുറച്ച് കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങൾ പെൺകുട്ടിയെ കാണാൻ പോയി. യെസ് ഒക്കെ പറഞ്ഞെങ്കിലും പിന്നെ ആ കല്യാണം നടന്നില്ല, മറ്റു പല സാഹചര്യം കൊണ്ട്. പക്ഷെ ചുരുക്കം പറഞ്ഞാൽ എൻ്റെ മനസ്സിന് സമാധാനം പോയതുകൊണ്ട് ഒരു പ്രാവശ്യം ഞാൻ പോയി അവിടെ ഇരുന്നു. എനിക്ക് പിന്നെ സമാധാനം കിട്ടുന്നില്ല. ആകെപ്പാടെ ഒരു മരുഭൂമിയുടെ അവസ്ഥ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വേറൊരു ദിവസം പിന്നെ അവരെ കാണാൻ പോയി. എനിക്ക് വീട്ടിലിരിക്കാൻ വയ്യ. ഞാൻ അവിടെ പോയി. അപ്പൊ അവരോട് ഞാൻ പോയി പറഞ്ഞു, യേശു ഒന്നും ജീവിച്ചിരിക്കുന്നില്ല, നിങ്ങൾ ചുമ്മാ പറയുന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ അവരെന്നോട് പറഞ്ഞു, മോൻ പോയിട്ട് മത്തായി മുതൽ യോഹന്നാൻ വരെ ഒന്ന് ചുമ്മാ വായിക്കുക എന്ന് പറഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ ആ വായന തുടങ്ങിയതോടെ എൻ്റെ ജീവിതം മാറി. യോഹന്നാൻ വരെ വായിച്ചു തീർന്നപ്പോഴേക്കും ഞാനൊരു ഉറച്ച വിശ്വാസിയായി മാറി. എൻ്റെ ഹൃദയത്തിലെ പാപമെല്ലാം യേശു കഴുകിക്കളഞ്ഞു. എന്നെ ഒരു ദൈവമകനായി കർത്താവ് തിരിച്ചെടുത്തു. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ ഒരു വീണ്ടും ദൈവപൈതലായി മാറി. ഞാൻ പറഞ്ഞല്ലോ 13 വയസ്സ് മുതൽ 25 വയസ്സായ 94 അവസാനം 95 ഞാൻ യേശുക്രിസ്തുവിനെ എൻ്റെ രക്ഷിതാവായി
സ്വീകരിക്കുന്നത്. കുഞ്ഞിനെ ഞാൻ രക്ഷിക്കപ്പെട്ടാണെങ്കിലും വീണ്ടും എൻ്റെ മുഴുവൻ ജ്ഞാനത്തോടുകൂടി യേശുവാണ് ദൈവം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യേശുവിനെ സ്വീകരിക്കുന്നത് 94 അവസാനം 95 ആദ്യമൊക്കെ ആയിട്ടാണ്. കൃത്യമായൊരു ഡേറ്റ് പറയാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള സമയത്ത് ഞാൻ ഈ 13 വയസ്സ് മുതൽ, അതായത് 83 മുതൽ 95 വരെ ഞാൻ ഭയങ്കര പുകവലിയായിരുന്നു. ഭയങ്കര പുകവലിയായിരുന്നു. അതായത് ചെയിൻ സ്മോക്കർ ആയിരുന്നു. നേവിയിൽ എനിക്ക് വളരെ കുറഞ്ഞ ചെലവിൽ സിഗരറ്റ് കിട്ടുമായിരുന്നു. ഞാനത് നിരന്തരം പുകവലി, അതായത് ഒരു സിഗരറ്റ് ഇന്ന് ഞാൻ മറ്റേത് കത്തിച്ച് വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അതിന്റെ പ്രയാസങ്ങളൊക്കെ എൻ്റെ ലങ്സിൽ ഇപ്പോഴും ഉണ്ട്. നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. അതിന്റെ ഒരുപാട് പ്രയാസങ്ങൾ ഞാൻ ഇപ്പോഴും അനുഭവിക്കുകയാണ്. പക്ഷെ ഈ 95 വരെ ഞാൻ പുക വലിച്ചിട്ട് ചുമച്ച് എനിക്ക് മരിക്കാൻ തോന്നുന്ന പോലെ തോന്നും. അന്നേരം ഞാൻ ഈ സിഗരറ്റ് എല്ലാം കൂടെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് പറയും ഇനി ഒരിക്കലും സിഗരറ്റ് വലിക്കത്തില്ല. പക്ഷേ ഒരാഴ്ച പുക വലിക്കാതിരിക്കുമ്പം ലങ്സ് എല്ലാം നോർമലാവും. ഞാൻ പിന്നെയും തുടങ്ങും. അങ്ങനെ അഡിക്ഷനായിട്ട് രാത്രിയിലൊക്കെ ഞെട്ടി എഴുന്നേറ്റിരുന്ന് സിഗരറ്റ് വലിക്കും. കണ്ടിന്യൂ വലിക്കുകയാണ്. എനിക്ക് പുകയില്ലാതെ ഒരു നിമിഷം കൂടി ഇരിക്കാൻ പറ്റാത്തൊരു സ്ഥിതി. അപ്പം ഈ മയക്കുമരുന്നിന് അഡിക്റ്റ് ആകുന്നു എന്ന് പറയുന്ന പോലെ തന്നെ. എന്നാൽ മദ്യപാനത്തെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ഇല്ല. അത് ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ ഞങ്ങളുടെ പട്ടാളത്തിന്റെ ക്യാൻറ്റീനിൽ പോയി ഞാൻ മദ്യപിക്കാറുണ്ടായിരുന്നു. അപ്പോ അത് ഈ സിഗരറ്റ് വലി എനിക്ക് ഒരു വിധത്തിൽ എനിക്ക് വിടാൻ പറ്റത്തില്ല. എന്നാൽ ഈ യേശുവിന് ഞാൻ ഹൃദയം കൊടുത്തു കഴിഞ്ഞ് ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു 10 വർഷം മുമ്പാ ചിന്തിക്കുന്നത്, അയ്യോ ഞാൻ പണ്ട് സിഗരറ്റ് വലിച്ചതാണല്ലോ എന്ന്. കാരണം ഞാൻ അങ്ങനെ അങ്ങ് മറന്നുപോയി. അങ്ങനെ എനിക്കൊരു ശീലം ഉണ്ടായത് പോലും ഞാൻ ഓർക്കാത്ത രീതിയിൽ ദൈവം അതിനെ അങ്ങ് മായ്ച്ചു കളഞ്ഞു. പൂർണ്ണമായും അതിൽ നിന്ന് എന്നെ കർത്താവ് രക്ഷപ്പെടുത്തി. അത് ഞാൻ പിന്നെ ഓർത്തേ ഇല്ല. പിന്നെ ഒരു 45 വയസ്സായപ്പോഴാണ് ഞാൻ ആ കാര്യങ്ങളൊക്കെ ഓർക്കുവാനായിട്ട് ഇടയായത്. പ്രിയപ്പെട്ടവരെ, ദൈവം വിടുതലിന്റെ ദൈവമാണ്. നമ്മളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. നമ്മൾ അറിയാതെ തന്നെ നമ്മളെ വിടുവിക്കുന്ന ദൈവമാണ്. എത്ര വലിയ അഡിക്ഷനും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകും. നമ്മുടെ ഹൃദയം യേശുവിന് കൊടുത്താൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പൂർണ്ണമായ ഒരു രൂപാന്തരം തരും. പിശാച് കെട്ടിവെച്ചതൊക്കെ യേശു അഴിച്ചു കളയും. എന്നെ അങ്ങനെ ചെയ്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. ഞാൻ ആരെയും കുറ്റപ്പെടുത്താറില്ല. സിഗരറ്റ് വലിക്കുന്നവരെ കണ്ട, കള്ളു പിടിക്കുന്നവരെ കണ്ട ഞാൻ അവരെ ആക്ഷേപിക്കാറില്ല. കാരണം എനിക്കറിയാം അവർക്ക് സ്വയം ഒരിക്കലും അതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ ഞാൻ വീണ്ടും സ്വർഗത്തിലെ അപ്പന്റെ കൃപയാൽ ഞാൻ ഒരു ദൈവവേദലായി തീർന്നു. അപ്പോഴും ഞാൻ മാർത്തോമ സഭയിൽ തന്നെയാണ് പോകുന്നത്. കാരണം എൻ്റെ വീടിന്റെ നേരെ വാതിക്കലാണ്, സെക്കൻഡ് ബെല്ലടിക്കുമ്പോഴാണ് പോകുന്നത്. ഞാൻ കോവൂരി ആയതുകൊണ്ട് എനിക്ക് അവിടെ ഒരു വലിയ ഒരു സ്ഥാനമുണ്ട്. എല്ലാവരും എന്നെ ബഹുമാനത്തോടെ എന്നോട് ഇടപെടുകയുള്ളൂ. അതുകൊണ്ട് അവിടെ നിന്ന് വിട്ടുപോകാനായിട്ട് എനിക്ക് അത്ര താല്പര്യമൊന്നും ഇല്ലായിരുന്നു. മറ്റ് പെന്തിക്കോസിനെ കുറിച്ചൊന്നും എനിക്ക് കാര്യമായി അറിയത്തുമില്ല. കാരണം ഞാൻ ഇവിടെ തന്നെ വളർന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്കറിയത്തില്ല. അപ്പൊ ഉപ്പാപ്പന്റെ കൂടെ ഒക്കെ പോയി ഇടയ്ക്കൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കൊച്ചിലെയൊക്കെ. പക്ഷെ ഇന്ന് എന്താ സംഭവം, എന്താ വ്യത്യാസം ഒന്നും എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതം പൂർണ്ണമായിട്ട് കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. എനിക്ക് സംശയം ഉണ്ടായിരുന്നു, യേശു ഉണ്ടോ, ഇല്ലാത്ത യേശുവിനെ പുറകെ നടക്കണോ എന്നൊക്കെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ സംശയിച്ചു. പുറകെ നടന്ന് എൻ്റെ ജീവിതം കുട്ടിച്ചോറാകുമോ? കാരണം ഇല്ലാത്ത യേശുവിനെ സേവിച്ചാൽ ജീവിതം അതോടെ ഇല്ലാതെ ആയി പോകുമല്ലോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ ഇല്ലാതെ ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ ആ കാര്യങ്ങളിൽ ഞാൻ യേശുവിനോട് തന്നെ പ്രാർത്ഥിച്ചു, കർത്താവേ അങ്ങ് ഉണ്ടെന്നുള്ളതിന് ഒന്ന് ഹൃദയത്തിൽ നമുക്ക് തെളിവ് കിട്ടി. ഹൃദയത്തിൽ സന്തോഷവും സമാധാനവും, അതാണ് ഏറ്റവും വലിയ തെളിവ് യേശു ഉണ്ടെന്നുള്ളതിന്. യേശുവിനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് കൺഫർമേഷൻ വരുന്നത് അവന്റെ ഹൃദയത്തിനകത്തെ ആ അസാധാരണമായ ലോകം തരാൻ കഴിയാത്ത സമാധാന സന്തോഷത്തിൽ നിന്ന് അവൻ അറിയുന്നത് യേശുവിന്റെ ഉള്ളിലുണ്ടെന്ന്. പിന്നെ വെളിപ്പാടുകളുടെ കാലമാണ്. അപ്പോ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ശരിക്കും അങ്ങുണ്ടോ, അതിനാണെങ്കിൽ തെളിവ് തരണം. അങ്ങനെ പല കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ദൈവവചനത്തിൽ കൂടെയും അല്ലാതെയും ഒക്കെ കർത്താവ് എനിക്ക് ഒരുപാട് തെളിവുകൾ തന്നു. തെളിവുകൾ ചോദിക്കുന്ന ഒന്നും തെറ്റല്ല. അത് ആത്മാർത്ഥതയോടുകൂടിയാണെങ്കിൽ തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് എന്നെ ആരെങ്കിലും കേൾക്കുന്നുണ്ട്, അവർക്ക് സംശയമുണ്ടെങ്കിൽ അവർ ദൈവത്തോട് ചോദിക്കുക, കർത്താവെ അവിടുന്ന് ജീവനുള്ള ദൈവമാണെങ്കിൽ എനിക്കൊന്ന് തെളിയിച്ചു തരണമേ എന്ന്. അത് എന്നോട് തെളിയിച്ചു തരണമേ എന്ന് നമുക്ക് ചോദിക്കുന്നത് ഒരിക്കലും അതൊരു തെറ്റായ കാര്യമല്ല പ്രിയപ്പെട്ടവരെ.
അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചു. കഴിഞ്ഞ 95 മുതൽ 2024 30 വർഷം, 29 വർഷം, 29 വർഷത്തിനകത്ത് എത്രയോ തെളിവുകൾ, ആയിരക്കണക്കിന് തെളിവുകൾ, മരിച്ചവർ ഉയർത്തെഴുന്നേക്കുന്ന പോലുള്ള അത്ഭുതങ്ങൾ ഞാൻ വിശ്വസിച്ചുകൊണ്ട് കാണുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടായി, അതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഈ അത്ഭുതങ്ങളെല്ലാം കണ്ട് എൻ്റെ ജീവിതം ക്രിസ്തുവിൽ ഉറയ്ക്കുവാനായിട്ട് ഇടയായി. എന്നാൽ മർത്തോമ സഭ വിട്ട് മാറത്തില്ല എന്നൊരു തീരുമാനം എനിക്കുണ്ടായിരുന്നു. എന്നാൽ ഒരു സമയം ആയപ്പോഴത്തേക്കും ഞാൻ എറണാകുളത്ത് വെച്ച് നമ്മുടെ വളഞ്ഞമ്പലം IPC ചർച്ചിലെ ഒരു കോൺട്രാക്ട് ആയിരുന്ന പ്രിയ കർത്താവിന്റെ ദാസനും അവരുടെ ടീമും എല്ലാം കൂടെ അഗസ്റ്റിൻ ഗോമസിന്റെ മീറ്റിംഗ് നമ്മുടെ രാജ്യാന്തര മൈതാനത്ത് വെച്ച് നടത്താനിടയായി. ഞാൻ ആ മീറ്റിങ്ങിൽ മിക്കവാറും ശനിയാഴ്ച രാവിലെ അല്ലെങ്കിൽ വെള്ളിയാഴ്ച വൈകിട്ട് ഞാൻ വീട്ടിൽ വരും. ഞായറാഴ്ച വൈകിട്ട് തിരിച്ച് എൻ്റെ ഡ്യൂട്ടിക്ക് പോകും. ഇങ്ങനെയായിരുന്നു ഞാൻ അത് ചെയ്തുകൊണ്ടിരുന്നത്. ഞാനവിടെ ഒരു ദിവസം രാജ്യാന്തര മൈതാനത്ത് മീറ്റിംഗ് ഉണ്ടെന്നറിഞ്ഞ് ഞാൻ അങ്ങോട്ട് ചെന്നു. അവിടെ അഗസ്റ്റിൻ ഗോമസ് എന്ന് ഞാൻ മരിച്ചുപോയ കർത്താവിന്റെ ദാസനായിരുന്നു. ശക്തമായ വചന ശുശ്രൂഷ. അദ്ദേഹം ആരൊക്കെ സ്നാനപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ അറിയാതെ ഞാൻ ആ സ്റ്റേജിലോട്ട് കയറി ചെന്നു. ചുരുക്കം പറഞ്ഞാൽ എൻ്റെ ഏപ്രിൽ 9, 11-ാം തീയതി എങ്ങാണ്ടാണോ, എനിക്ക് സാധാ 13 ഓർക്കുന്നില്ല, അത് 9-ാം തീയതി ആണോ, എനിക്കൊരു സംശയമുണ്ട്. അവിടെ അവര് ഒരു മീറ്റിംഗ് ടൗൺ ഹാൾ എങ്ങാണ്ട് ക്രമീകരിച്ചു. ഏതോ ഒരു ഹാളിൽ ക്രമീകരിച്ച് ഓർക്കുന്നുണ്ട്. എന്നെ അവിടെ വിളിച്ചു. അവിടെ ചെന്നപ്പോൾ അവരെന്നെ കൊണ്ട് സാക്ഷ്യം പറയിച്ചു. എന്നിട്ട് വളഞ്ഞമ്പലം IPC ചർച്ചിൽ കൊണ്ടുപോയി അവിടെ വെച്ച് എന്നെ സ്നാനപ്പെടുത്തുവാനായിട്ട് ഇടയായി. അങ്ങനെ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് ഇത് സത്യമാണെങ്കിൽ ഇത് എടുക്കുവാൻ, ഇത് ദൈവഹിതമാണെങ്കിൽ, എനിക്ക് കൂടുതൽ വചനമൊന്നും അറിയത്തില്ല, എന്നാൽ അത് ദൈവഹിതമാണെങ്കിൽ അത് ചെയ്യുവാൻ എന്നെ സഹായിക്കണം എന്ന് ഞാൻ യേശുവിനോട് പറഞ്ഞു. അങ്ങനെ യേശു എന്നെ സഹായിച്ചു. കർത്താവിന്റെ കൃപയ്ക്കായി ഞാൻ നന്ദി പറയുന്നു. ഞാൻ അങ്ങനെ സ്നാനപ്പെട്ടു വന്നു. അപ്പോഴും എൻ്റെ ആഗ്രഹം മർത്തോമ സഭയിൽ തന്നെ നിൽക്കണമെന്നാണ്. എന്നാൽ സ്നാനപ്പെട്ട് കഴിഞ്ഞ് ഞാൻ മർത്തോമ സഭയിൽ ചെന്നപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, ഇനി നീ ഇങ്ങോട്ട് വരണ്ട. അപ്പം പിന്നെ ഇതിനകത്ത് അനുസരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അനുസരിക്കുക എന്നുള്ള ഒരു കാര്യമല്ലാതെ മറ്റൊരു കാര്യമില്ല. അപ്പം ഞാൻ തീരുമാനമെടുത്തു, ഇനി ഞാൻ ഈ സഭയിൽ മെമ്പറായിട്ട് ഇരിക്കത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ അവരോട് പറയാനോ എടുക്കാനോ ഒന്നും പോയില്ല. ഞാൻ അങ്ങനെ സഭയിൽ പോകാതായപ്പോൾ അലക്സാണ്ടർ മാർത്തോമ മെത്രാപ്പോലീത്തയുടെ കത്ത് എൻ്റെ വീട്ടിലേക്ക് വന്നു. അതിനകത്ത് എഴുതിയിരുന്നു, താങ്കൾ മുതിർന്ന സ്ഥാനമെടുത്തെന്ന് ഞങ്ങൾ അറിഞ്ഞു. അത് ദൈവസഭയുടെ നിയമം അനുസരിച്ച് തെറ്റാണ്. താങ്കൾ പിന്തിരിഞ്ഞ് മാപ്പ് അപേക്ഷിച്ചില്ലെങ്കിൽ ഞങ്ങൾ സഭയിൽ നിന്ന് താങ്കളെ പുറത്താക്കുന്നതായിരിക്കും. ഞാനത് വായിച്ചിട്ട് ഞാനത് കീറി കളയുവാനായിട്ടിടയായി. പ്രിയപ്പെട്ടവരെ, ഞാനത് കീറി എൻ്റെ വേസ്റ്റ് ഡബ്ബയ്ക്കകത്തോട്ട് ഇട്ടു. കാരണം അതിനുള്ള വിലയെ ഞാൻ കൊടുത്തുള്ളൂ. യേശു എന്നോട് പറയുന്നതിനപ്പുറം എനിക്കൊരു സഭാ നേതാക്കന്മാരെയും ശ്രദ്ധിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഞാൻ അതിനെ നിഷേധിച്ചു. ഒടുവിൽ എൻ്റെ അമ്മ അവിടെ ഇരിക്കുമ്പോൾ തന്നെ സഭയിൽ നോട്ടീസ് വായിച്ച് അവരെന്നെ പുറത്താക്കുവാനിടയായി. കൃപയാൽ അതുകൊണ്ട് ഒരു നഷ്ടം ഉണ്ടായില്ല, എനിക്ക് ലാഭം മാത്രമേ ഉണ്ടായുള്ളൂ. ദൈവം അവിടെ തന്നെ എന്നെ അനുഗ്രഹിച്ചു, എന്നെ ബലപ്പെടുത്തി. യേശുവിനെ സ്നേഹിച്ചതുകൊണ്ട്, യേശു പറഞ്ഞ അനുസരിച്ചുകൊണ്ട്, ലോകപരമായ വീടിന്റെ വാതിൽ കിടക്കുന്ന ചർച്ചിൽ നിന്ന് പുറത്താക്കിയാലും സ്വർഗരാജ്യത്തിന്റെ വാതിൽ എനിക്കായി തുറന്നിട്ട് ഒരു കർത്താവ്, ആ കർത്താവ് എന്നും എൻ്റെ കൂടെ ഉണ്ട്. ആ കർത്താവിനായി സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഞാൻ അവിടെ വിട്ടു. പക്ഷെ കർത്താവ് എന്നോട് ഒരു കാര്യം പറഞ്ഞു, നീ ആരുടെയല്ല, നീ എന്റെയാണ്, എൻ്റെ കൂടെ നിൽക്കണം. ഈ കാണുന്ന ഒരുപാട് സഭകളുണ്ട്, ആ സഭകളുടെ അഡിക്റ്റ് ആകരുത്, നീ എന്നോട് കൂടെ നിൽക്കണം എന്ന് എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഒരുപാട് വർഷങ്ങൾ ഒരു സഭയിലും ചേരാതെ എല്ലാ ഞായറാഴ്ചയും ഓരോ സഭയിലേക്ക് പോയി ഇങ്ങനെ കഴിഞ്ഞ കാലങ്ങളുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം എന്നെ അനുഗ്രഹിച്ചു, ബലപ്പെടുത്തി. ഞാൻ ഇവിടുന്ന് രക്ഷിക്കപ്പെട്ട ശേഷം ഞാൻ ഒരു കോഴ്സിനായിട്ട് ഞാൻ ഗുജറാത്തിൽ പോയി. അവിടെ വെച്ച് 2 പേർ
ഞാൻ സുവിശേഷം പറയാതെ തന്നെ യേശുവിന്റെ അടുത്തേക്ക് വരുവാനായിട്ട് ഇടയായി. അവര് വിശ്വാസികളായിട്ട് മാറി. എൻ്റെ സഹോദരൻ കെ സിംഗ് ബീഹാറിൽ നിന്നുള്ള, പിന്നെ ജയ സിംഗ് അദ്ദേഹം രാജസ്ഥാനിൽ നിന്നുള്ള, അവർ രണ്ടുപേരും വിശ്വാസിയാകാൻ കർത്താവ് ഇടയാക്കി. ഒരുപാട് പേരോട് യേശുവിനെ കുറിച്ച് പറയുവാനൊക്കെ ആ സമയത്ത് എന്നെ സഹായിച്ചു. ഗുജറാത്തിൽ തന്നെ ഒരുപാട് സുവിശേഷ വേല ചെയ്യുവാനായിട്ട് സഹായിച്ചു. അവിടെ നിന്ന് വീണ്ടും കൊച്ചിയിൽ വന്ന ശേഷം പിന്നെ വിശാഖപട്ടണം ഞാൻ ട്രാൻസ്ഫർ പോയി. അവിടെ ചെന്ന് ആദ്യം IPC ശ്രീഹരിപുരം ചർച്ചിൽ ഞാൻ ജോയിൻ ചെയ്തെങ്കിലും ഹിന്ദിക്കാരോട് സുവിശേഷം പറയാനുള്ള വലിയ ആഗ്രഹം നിമിത്തം ഞാനത് വിട്ടിട്ട് ഞാൻ നേവിക്കാരെ നടക്കുന്ന ഒരു ഫെലോഷിപ്പിൽ ചെന്നു. അവിടെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകളെ അവിടെ കൊണ്ടുവരുവാനും സഭ ഒരു വീടെടുത്തപ്പോൾ അവിടെ താമസിച്ചുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്യുവാനും 1 വർഷത്തോളം അവിടുത്തെ പാസ്റ്റർ ആയിരിക്കാനും ഒക്കെ കർത്താവിനെ സഹായിച്ചു. 2001 ഞാൻ മുംബൈയിലേക്ക് ട്രാൻസ്ഫർ ആയി. അവിടെ ചെന്ന് മറ്റൊരു ഹിന്ദി സഭയിൽ ഞാൻ കൂടി. അവിടെ അവരോട് ഒരുമിച്ച് അടുത്ത 3 വർഷമായിരുന്നു. 2004 ഞാൻ എൻ്റെ നേവി ജീവിതം അവസാനിപ്പിച്ച് എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു വരുവാനിടയായി. അപ്പോഴും എൻ്റെ ആഗ്രഹം കർത്താവിന്റെ വേല ചെയ്യണം എന്നായിരുന്നു. ഒരു പാസ്റ്ററോ അല്ലെങ്കിൽ ഒരു സുവിശേഷകനൊക്കെ ആയിത്തീരണമെന്നായിരുന്നു. എന്നാൽ ഞാൻ ഇറങ്ങുന്നതിന് 1 വർഷം മുമ്പേ പരിശുദ്ധാത്മാവ് പറയാൻ തുടങ്ങി, നീ വിദേശത്ത് പോകും, വിദേശത്ത് ജോലി ചെയ്യും, വിദേശത്ത് ശമ്പളം വാങ്ങുമെന്നൊക്കെ. അതൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ കർത്താവിനോട് പറഞ്ഞു, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് കർത്താവിന്റെ വേല ചെയ്യുന്നതാണ് ഇഷ്ടം, എനിക്ക് ജോലി ചെയ്യാൻ വയ്യ, എനിക്ക് പാസ്പോർട്ട് വേണ്ട, ഒന്നും വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ കൂടെ ഉള്ളവരൊക്കെ 6 മാസം നേവി വിടുന്നതിന് മുമ്പ് പാസ്പോർട്ട് എടുത്തപ്പോൾ ഞാനൊന്നും എടുത്തില്ല. സീമാൻ ഷിപ്പിൽ പോകാനുള്ള ബുക്കുണ്ട്, സീമാൻ ബുക്ക്, CDC എന്ന് പറയും, അത് എടുത്തില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ത്യയിൽ സുവിശേഷ വേല ചെയ്യുകയുള്ളൂ, ഞാൻ ഇന്ത്യ വിട്ട് പോകത്തില്ല, എനിക്ക് ഇന്ത്യയിൽ സുവിശേഷ വേല ചെയ്യണം. ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നു. പക്ഷെ ഞാൻ ഇവിടെ വന്നു, എനിക്ക് യാതൊരു ദൈവവിളിയും ഉണ്ടായില്ല. പിന്നെ ഞാൻ ഏകദേശം ഇവിടെ വന്ന ശേഷം ഒരു കൺവെൻഷൻ നടത്തി. അതിലൊരു കുടുംബം രക്ഷിക്കപ്പെട്ടു, ഒരുപാട് പേര് അനുഗ്രഹിക്കപ്പെട്ടു, വിടുതൽ പ്രാപിച്ചു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ പെൻഷനിൽ കഴിയുകയാണ്. വളരെ മോശമായ അവസ്ഥകളിലൂടെയൊക്കെ ഞാൻ കടന്നുപോയി. എന്നാൽ അവിടെ സ്വർഗത്തിലെ ദൈവം എൻ്റെ വൈഫിന് ജോലി കൊടുത്തു. അതിനുശേഷം 1 വർഷം ഞാൻ പിന്നെയും കുറച്ച് ചെറിയ തോതിലൊക്കെ സുവിശേഷ വേലയൊക്കെ ചെയ്ത് മുന്നോട്ട് പോയി. എന്നാൽ 2007 എനിക്ക് ഒരു NIFയുടെ അധ്യാപകനായി ജോലി കിട്ടി. ഏകദേശം 1 വർഷം അടുപ്പിച്ച് ഞാൻ അവിടെ ജോലി ചെയ്യുവാനും കുട്ടികളെ പഠിപ്പിക്കാനും ഒക്കെ ദൈവം ഇടയാക്കി. അതൊരു അനുഗ്രഹിക്കപ്പെട്ട സമയമായിരുന്നു. എന്നാൽ പല പ്രവാചകന്മാർ എന്നോട് വിദേശത്ത് പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ സമയത്ത് പാസ്പോർട്ട് എടുത്തു. എന്നാൽ ഞാൻ തീരുമാനിച്ചു, ഞാൻ ഒരിക്കലും ഷിപ്പിൽ പോകത്തില്ല. കാരണം ഷിപ്പിൽ പോയാൽ ചർച്ചിൽ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പോകത്തില്ല എന്ന് തീരുമാനിച്ചു. ഒരുപാട് ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു. പക്ഷേ ജോലിയെ കിട്ടി. ഞാൻ ഈ വിചാരിക്കുന്ന ശമ്പളമൊന്നും കിട്ടുന്നില്ല. കുടുംബത്തെ കൊണ്ടുപോകാനുള്ള ആസ്തി അതിൽ നിന്നൊക്കെ ഉണ്ടാകുന്നില്ല. കാരണം എക്സ്പീരിയൻസ് ഇല്ലല്ലോ, ഗൾഫ് എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് കിട്ടുന്നില്ല. 2 വർഷം കഴിഞ്ഞേ വരാൻ പറ്റൂ, ഭാര്യ മക്കളെയും കാണാൻ പറ്റില്ല. ഞാൻ അതുകൊണ്ട് പോകത്തില്ല, ജോലി പോകത്തില്ല. അങ്ങനെ ഇരുന്ന് സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും ഷിപ്പിൽ പോകാനുള്ള അവസരങ്ങൾ വന്നു. നോക്കിയപ്പോൾ അതിനേക്കാളൊക്കെ ഒരുപാട് ശമ്പളവും നല്ല രീതിയുണ്ട്. അപ്പം ഗൾഫിൽ പോയാൽ 2 വർഷം കഴിഞ്ഞ് വരും, ഇത് 6 മാസം കഴിഞ്ഞ് തിരിച്ചു വരാം. അങ്ങനെ ഒടുവിൽ ഷിപ്പിൽ പോകാനായിട്ട് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ പിന്നെയും എൻ്റെ സീമെൻസ് ബുക്ക് എടുത്തു. 2006 ഡിസംബർ 25 പാസ്റ്റർ ജോൺ രാധാകൃഷ്ണപിള്ള എന്ന് പറഞ്ഞ കർത്താവിന്റെ ദാസനിൽ കൂടെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിന്നെ യോസെഫിനെ പോലെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഞാൻ നിന്നെ ഒരു യൂണിഫോം ഇട്ട ജോലിയിട്ട് കാണുന്നു, യൂണിഫോം ഉള്ള ജോലി നീ ചെയ്യുന്നതായിട്ട് കാണുന്നു എന്ന് പറയുവാനായിട്ടിടയായി. പ്രിയപ്പെട്ടവരെ, അത് ഏകദേശം 2007 ജനുവരിയിൽ ഞാൻ എൻ്റെ സൂട്ട് കേസും ഒക്കെ ആയിട്ട് മർച്ചന്റ് നേവിയിൽ ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ പോയി. അവിടെ ചെന്നപ്പോൾ എനിക്ക് 15 ദിവസത്തിനുള്ളിൽ V-Ships എന്ന് പറഞ്ഞ കമ്പനിയിൽ എനിക്ക് ജോലി കിട്ടുവാനിടയായി. ഒരു വർഷങ്ങൾ നോക്കിയിരുന്നിട്ട് കിട്ടാത്തവർ ഉണ്ട്, പക്ഷെ എനിക്ക് 15 ദിവസം കൊണ്ട് ജോലി കിട്ടി. അത് വളരെ അതിശയകരമാണ്. അതൊക്കെ ഒരുപാട് വലിയ സാക്ഷ്യങ്ങളാണ്. ഞാൻ ഇരുന്ന കട്ടിലിനടുത്ത് ഒരാൾ വന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഞാൻ ഇന്റർവ്യൂവിന് പോവുകയാണ്, അവിടെ വേക്കൻസി ഉണ്ടെന്ന്. അന്നേരം തന്നെ ഞാനും എൻ്റെ ഡോക്യുമെന്റ്സുമായിട്ട് അവിടെ പോയി. എനിക്ക് അവിടെ കിട്ടുവാനായിട്ടിടയായി. ഒരാൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നത്, 2 പേര് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ്. എനിക്ക് മനസ്സിലായി വേക്കൻസി ഉണ്ട്. ഞാനിവിടെ പോയി. അന്നേരം തന്നെ എന്നെ എടുക്കുകയും ചെയ്തു. എന്നാൽ 2007 ജനുവരി 26 മുംബൈയിൽ നടന്ന ഒരു പ്രെയർ മീറ്റിംഗിൽ ഒരു പാസ്റ്റർ പറഞ്ഞു, എന്നെ
നോക്കി പറഞ്ഞു, നീ ജോലിക്ക് വേണ്ടി ഇവിടെ വന്നവനാണ്, നിനക്ക് ഞാൻ ഏപ്രിൽ പകുതിയാകുമ്പോൾ ജോലി ഞാൻ നിന്നെ അയക്കുമെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് കമ്പനി പറഞ്ഞത് മാർച്ച് 6-ാം തീയതി ജോലിക്ക് പോകണം. മാർച്ച് 6-ാം തീയതി റെഡി ആയിട്ട് ഞാനും മറ്റൊരാളും കൂടെ മുംബൈയിലുള്ള കമ്പനി ഓഫീസിൽ വന്നപ്പോൾ അവർ പറഞ്ഞു, ഒരു ഓഫീസറിന് ആവശ്യമായ കോഴ്സുകളൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് നിന്റെ പുറകെ വരുന്ന ഇദ്ദേഹത്തെ ഞാൻ അയക്കുകയാണ് എന്ന് പറഞ്ഞു. പിന്നെ എപ്പോഴാണ് ചാൻസ് വരുന്നതെന്ന് അറിയത്തില്ല. ഏതായാലും ഞാൻ പോയി ഓഫീസേഴ്സിന്റെ കോഴ്സുകളെല്ലാം ചെയ്തു. അതിനുശേഷം അവിടെ ചാൻസ് ഇല്ല. പിന്നെ അവർ പറഞ്ഞത് ജൂൺ ഒക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഈ പുള്ളി ഇറങ്ങിയാലേ അവിടെ ചാൻസ് ഉള്ളെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വന്നപ്പോൾ പ്രിയപ്പെട്ടവരെ, എന്താ സംഭവിച്ചത്? ഏപ്രിൽ പകുതിയാണെന്നാണ് ദൈവത്തിന്റെ ആലോചന. ഏപ്രിൽ പകുതിയായപ്പോ അവിടെ സംഭവിച്ചത്, ആ ഷിപ്പിനകത്ത് പ്രശ്നം ഉണ്ടാകുകയും ചീഫ് എഞ്ചിനീയർ എനിക്കൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ വേണമെന്ന് പറഞ്ഞു. അവരങ്ങനെ എന്നെ അങ്ങോട്ട് അയക്കാൻ, ഞാൻ കൃത്യം ദേവദാസൻ പറഞ്ഞ പോലെ ഏപ്രിൽ പകുതി തന്നെ ഞാൻ ജോലിക്ക് കയറി. അങ്ങനെ ആദ്യത്തെ എൻ്റെ മർച്ചന്റ് നേവി ഞാൻ ജോയിൻ ചെയ്തു. ഇന്ന് 2007, ഇപ്പോൾ എത്രയോ വർഷങ്ങളായി ഞാൻ ഷിപ്പിൽ ജോലി ചെയ്യുന്നു. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച വന്നേ ഉള്ളൂ. വന്നപ്പോൾ നടന്ന അത്ഭുതം, ഞാൻ ഞായറാഴ്ച ഇറങ്ങി, തിങ്കളാഴ്ച വന്നു, വ്യാഴാഴ്ച ആ ഷിപ്പിന് തീ പിടിച്ച് പ്രയാസത്തിലാകുവാനിട്ടിടയായി. സ്വർഗത്തിലെ ദൈവം തന്റെ മക്കളുടെ മുടികൾ പോലും എണ്ണി സൂക്ഷിക്കുന്ന ഒരു ദൈവമാണ്. എന്നെ അത്ഭുതകരമായി നടത്തിയ ആ കർത്താവിന്റെ കൃപയ്ക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇതിനിടയ്ക്ക് പറയാൻ മറന്നുപോയത്, 97-ൽ എനിക്ക് വിവാഹം, ദൈവം കർത്താവിന്റെ ആലോചന പ്രകാരം ഞാൻ വിവാഹം കഴിക്കാനായിട്ടിടയായി. എൻ്റെ വൈഫ് എലിസിയ. ഇപ്പൊ 97-ൽ തന്നെ ദൈവം എനിക്കൊരു മകനെ തന്നു. അവൻ ഇപ്പോൾ എഞ്ചിനീയർ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. സ്വന്തമായി അവൻ ബിസിനസ് ചെയ്യുന്നു. 2002-ൽ എനിക്കൊരു മകളെ കൂടെ തന്നു. എൻ്റെ മകൾ ഇപ്പോഴും പഠിക്കുകയാണ്. ഞങ്ങൾ വളരെ ഐശ്വര്യമായ അനുഗ്രഹത്തോടെ ആയിരിക്കുന്നു. ഞാൻ ഷിപ്പിൽ പോകും, പോയിട്ട് തിരിച്ചു വന്നിട്ട് ഇവിടെ ഇരിക്കുന്ന സമയം ഞാൻ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞ് പിന്നെയും ഞാൻ കുറച്ച് കഴിയുമ്പോൾ എന്നെ വിളിക്കുമ്പോൾ ഷിപ്പിൽ പോകും, തിരിച്ചു വന്ന് കർത്താവിന്റെ വേല ചെയ്യും. ഇങ്ങനെ ഞാൻ കർത്താവിന്റെ വേല ചെയ്തും എന്റെ ഭൗതികമായ വേല ചെയ്തും മുന്നോട്ട് പോകുന്നു. ദൈവം ഞങ്ങളെ അനുഗ്രഹത്തോടെ നടത്തുന്നു. കർത്താവ് എന്നെ നടത്തുന്ന എല്ലാ വഴികൾക്കായി സ്തോത്രം. ഭൗതികമായും ആത്മീയമായും എന്നെ കർത്താവ് കരം പിടിച്ച് നടത്തുന്നു. പ്രിയ ബീനാമയുമായി വളരെ വർഷത്തെ പരിചയവും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവിന്റെ ദാസിയാണ്. കർത്താവിന്റെ ദാസനെ എനിക്കറിയാം. ദൈവം നടത്തുന്ന എല്ലാ അത്ഭുതങ്ങളെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ ഓഡിയോ കാണുന്ന, ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് പേര് നിരീശ്വരവാദികളാണ്. ദൈവമുണ്ടെന്ന് അറിയാത്ത ഒരുപാട് ആളുകൾ ഈ ലോകത്തുണ്ട്. അവർക്കൊരു തെളിവില്ല. ഞാൻ പറയുന്നു, കഴിഞ്ഞ എത്രയോ വർഷമായി ഞാൻ യേശുവിനോട് കൂടെ നടക്കുന്നു. യേശു ഇല്ലെന്നുള്ളതിനൊരു തെളിവ് എനിക്ക് ലഭിച്ചിട്ടില്ല. എന്നാൽ യേശു ഉണ്ടെന്നുള്ളതിന് ആയിരക്കണക്കിന് തെളിവുകൾ. എത്രയോ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മരിച്ചു പോകുമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ, ഡോക്ടർമാർ ആശുപത്രിയിൽ തള്ളിയ എത്രയോ കേസുകൾ എഴുന്നേറ്റ് നടന്നു പോകുന്ന കാണുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ആ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിക്കിന്ന് യാതൊരു സംശയമില്ല, ആ യേശുവിനെ ഞങ്ങൾ കുടുംബമായി ഞങ്ങൾ സ്നേഹിക്കുകയും കർത്താവിനെ സേവിക്കുകയും ചെയ്യുന്നു. എനിക്കിങ്ങനെ ഒരു അവസരം തന്നെ കർത്താവിന്റെ ദാസിയോടും പ്രത്യേകിച്ച് എന്നെ കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വിജു ബ്രദറെ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. പലപ്പോഴും ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഇന്ന് പല യൗവനക്കാരുടെയും ജീവിതത്തിൽ ഈ സാക്ഷ്യം ഒരു വിടുതലിന് കാരണമാക്കും. കാരണം ഇന്ന് പലർക്കും ദൈവം ഉണ്ടെന്നറിയാമെങ്കിലും ദൈവം ഇല്ലാത്തവരെ പോലെ ജീവിക്കുന്നവരാണ്. അവരുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ അവർ വിളിച്ചു പറയും, ഈ ദൈവം ഇല്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് പിന്നെ കൊണ്ടെത്തിക്കുന്ന അനുഭവങ്ങൾ ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവ് ഈ ദിവസങ്ങളിൽ അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവൻ പ്രവൃത്തിയിൽ ഭയങ്കരനും ആലോചന ശക്തനുമാണ്. തനിക്ക് വേണ്ടിയവരെ കർത്താവ് ഈ ദിവസങ്ങളിൽ കൂട്ടി വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. തനിക്ക് ഇഷ്ടമുള്ളവരെ ഒക്കെയും കർത്താവ് തന്റെ കൃപയാൽ വിളിച്ച് വേർതിരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കർത്തദാസനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവ് തന്റെ ജീവിതം കൊണ്ട് സഹായിച്ചല്ലോ. ഞാൻ പലപ്പോഴും ചിന്തിക്കുകയാണ്, ജീവിതത്തെ കർത്താവ് മാറ്റിമറിക്കുന്ന വിധങ്ങൾ. ദൈവം ഒരുവനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഏത് തലങ്ങളിലാണെങ്കിലും അവനെ മടക്കി വരുത്തും. അവനെ ജീവനുള്ള ദൈവം ആരെന്ന് മനസ്സിലാക്കുവാൻ ഇടയുണ്ടാക്കും. ഞാന് ഈ ദിവസങ്ങളിൽ
കർത്താവിന്റെ ദാസനുമായിട്ടും കുടുംബമായിട്ടും എനിക്കും അഭേദ്യമായ ബന്ധമുണ്ട്. വളരെ അവരെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കത്താസിനൊക്കെ ആയിട്ട് പരസ്യയോഗങ്ങൾക്കൊക്കെ പല സ്ഥലങ്ങളിൽ കടന്നു പോകാനൊക്കെ ദൈവം ഭാഗ്യം തന്നിട്ടുണ്ട്. ആത്മാർത്ഥതയോടെ ഞാൻ പറയട്ടെ, ജീവനുള്ള കർത്താവിനെ തിരിച്ചറിഞ്ഞിട്ട് ആരും ഇനി കർത്താവിനെ സാക്ഷിക്കാതിരിക്കത്തില്ല. നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോയി എന്റെ സാക്ഷികളാകുവീൻ എന്ന് കൽപ്പിച്ച കർത്താവ് തന്റെ ദാസന വാക്ക് അങ്ങനെ തന്നെ ഏറ്റെടുത്തു. ഞാൻ ക്ഷണിച്ചപ്പോൾ പറയുകയുണ്ടായി, സാക്ഷ്യം പറയുവാനാണല്ലോ കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. ഭൂമിയുടെ അറ്റത്തോളം പോയി സാക്ഷികളാകുവീൻ എന്നാണല്ലോ. ആകയാൽ ഇന്ന് നമ്മോടൊത്ത് തന്റെ അനുഭവ സാക്ഷ്യം പങ്കുവെച്ചു. ഇനി ഇതല്ല, ധാരാളം അനുഭവങ്ങൾ തന്റെ ദാസന് പറയുവാനുണ്ട്. അവസരം പോലെ കർത്താവിന്റെ ദാസനെയും നമുക്ക് വീണ്ടും ക്ഷണിക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം നമ്മൾക്ക് ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി തന്റെ ദാസൻ കടന്നു വന്നതിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു ബിജു ബ്രദറെ, രക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ നടുവിൽ കടന്നു വന്നതിനായിട്ട് വളരെ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്നും കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി അധികമായി പ്രയോജനപ്പെടുവാൻ ദൈവം ഇടയാക്കട്ടെ. ഒരാത്മഭാരമുണ്ട്. നശിച്ചു പോകുന്ന ജനത്തെക്കുറിച്ച് ഒരു വിടുതൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് തന്റെ ഹൃദയത്തിന്റെ അഭിലാഷങ്ങളെ സാധിപ്പിക്കുന്ന ദൈവമാണ്. കർത്താവ് പ്രവർത്തിക്കുന്ന ദൈവമാ. വിശ്വസിച്ചു. ഹല്ലേലൂയ. അവൻ ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാ. ആവശ്യങ്ങളിൽ കൂടെ ഇന്ന് സഹായിക്കുന്ന ദൈവമാ. അവന്റെ പ്രവൃത്തി കർത്താവ് വെളിപ്പെടുത്തി ആദരിക്കും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വചനദീപ്തിയുടെ പ്രേക്ഷകരായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. പ്രിയ കർത്തദാസിനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ പറയട്ടെ, ചിലരെ മുഴുവൻ സമയം വേർതിരിച്ചിരിക്കുന്നു, ചിലരെ പകുതി സമയങ്ങൾ എന്ന് വെച്ചാൽ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി തങ്ങൾ എവിടെയായിരിക്കുന്നുവോ അവിടെ തന്നെ നാമത്തെ ഉയർത്തുക എന്നുള്ളതാണ്. കർത്താവ് ഓരോരുത്തരെയും ഓരോ വിധത്തിലാണ് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് കർത്താവിന്റെ മുന്തിരിത്തോപ്പിൽ അധ്വാനിക്കുവാൻ, തന്നാൽ അവോളം പ്രവർത്തിപ്പാൻ കർത്താവ് കൃപ നൽകിക്കൊണ്ടിരിക്കുന്നു. കർത്തദാസിനെയും കുടുംബത്തെയും നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ഈ പ്രേക്ഷകരോട് ഞാൻ ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. മാത്രമല്ല, നിങ്ങൾ ഈ സാക്ഷ്യം കേട്ടിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി എങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുവാൻ മറക്കരുത്. കാരണം ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, അനേകര് ജീവിതത്തിൽ നിരാശയും മടുപ്പും വെറുപ്പും മൂലം ദൈവം ഇല്ല എന്ന് പറഞ്ഞ് ജീവിക്കുമ്പോൾ നിരാശയുടെ നടുവിൽ നിന്ന് ദൈവം വിളിച്ച് വേർതിരിച്ച അനുഭവ സാക്ഷ്യമാണ്. അനേകർക്ക് ആശ്വാസമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇന്ന് പകൽക്കാലം നമുക്ക് കർത്താവിന്റെ ദാസനെ ഓർത്ത് ഒരു നിമിഷം സ്തോത്രം ചെയ്യാം. കർത്താവെ, ഞങ്ങളുടെ കൃത്യനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ. ഇത്രത്തോളം ഞങ്ങളുടെ നടുവിൽ കടന്നു വന്ന് തന്റെ അനുഭവങ്ങളെ പങ്കുവെക്കുവാൻ കർത്താവ് നൽകി കൊടുത്ത നല്ല സാവകാശത്തിനായി സ്തോത്രം. കർത്താവെ, അങ്ങയുടെ നാമത്തെ ഉയർത്തിയവരെ ആരെയും അങ്ങ് കൈവിട്ടിട്ടില്ല. കർത്താവെ, ഈ ലോകത്തിൽ തന്നെ സകലവിധമായ മാന്യതകളും കൊടുത്ത് മാനിച്ചതയും സ്വർഗസ്ഥ പിതാവിന്റെ അടുക്കൽ എത്തുമ്പോഴും കർത്താവെ അനേക മാന്യതകളെ നൽകി മാനിപ്പാനിരിക്കുന്നതിനായി സ്തോത്രം. അത് അങ്ങയുടെ സന്നിധിയിലും പുസ്തകത്തിലും എഴുതി വെച്ചിരിക്കുന്നതാണല്ലോ. ആകയാൽ ഞങ്ങൾ വിശ്വസ്തരായിരിക്കാൻ, അല്പത്തിൽ വിശ്വസ്തനെ അധികത്തിൽ വിചാരകനാകുവിൻ. ആമേൻ. ആ വിചാരകത്വം ഏറ്റെടുത്തുകൊണ്ട് വിശ്വസ്തയോടെ മുന്നേറുവാൻ നിങ്ങളുടെ അഭിഷിക്ത വൃത്തിനെ കർത്താവ് സഹായിക്കണം. അതിനായി ഏൽപ്പിക്കുന്നു. കുടുംബമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദൈവമൂലം കേൾക്കണം. സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. മറാനാഥ.